സ്പ്രിംഗ്ലറിൽ പ്രതിപക്ഷത്തിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. കോവിഡ് കാലത്ത് ആരോഗ്യ വിവരങ്ങൾ ചോർത്തി സ്വകാര്യ കമ്പനിക്ക് കൈമാറിയെന്ന വാദം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സർക്കാർ നടപടിയിൽ നിയമവിരുദ്ധതയില്ലെന്നും കോടതി വ്യക്തമാക്കി. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സുരേന്ദ്രൻ എന്നിവരുടെ പൊതു താൽപര്യ ഹർജികൾ തീർപ്പാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. കോവിഡ് കാലത്ത് പൗരന്മാരുടെ ആരോഗ്യ വിവരങ്ങൾ ചോർത്തി സ്പ്രിംഗ്ലർ കമ്പനിക്ക് കൈമാറിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ ഹർജിയിലെ ആരോപണം തള്ളിയ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ആരോഗ്യ വിവരങ്ങൾ ചോർത്തിയെന്ന വാദം നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കി. സർക്കാർ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചതിൽ നിയമവിരുദ്ധതയില്ലെന്നും സർക്കാർ നടപടിയിൽ ദുരുദ്ദേശമില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെല്ലുവിളിയായിരുന്നു കോവിഡ് സാഹചര്യത്തെ നേരിടുക എന്നത്. ആ സാഹചര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നതിൽ സർക്കാരിനെ കുറ്റം പറയാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, BJP നേതാവ് കെ സുരേന്ദ്രൻ എന്നിവരുടെ പൊതുതാൽപര്യ ഹർജികൾ തീർപ്പാക്കിക്കൊണ്ടാണ് കോടതി സർക്കാർ നടപടിയെ അംഗീകരിച്ചത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് നടപടി. സംസ്ഥാന സർക്കാർ അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറുമായി വിവരശേഖരണ കരാറിൽ ഏർപ്പെട്ടത് കോവിഡ് മഹാമാരി പടർന്നുപിടിച്ച കാലത്തായിരുന്നു. 1.25 ലക്ഷം ആളുകളുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും തുടർ നടപടികൾക്കുമായി സ്പ്രിംഗ്ലർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരുക്കി നൽകി. കരാറിനെതിരെ ആരോപണം ഉന്നയിച്ചതിനൊപ്പം പ്രതിപക്ഷം ഹൈക്കോടതിയെയും സമീപിച്ചു. ശേഖരിച്ച വിവരങ്ങൾ സ്പ്രിംഗ്ലർ കമ്പനി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ആരോപണം. രാഷ്ട്രീയ വിവാദത്തെ തുടർന്ന് സർക്കാർ സ്പ്രിംഗ്ലറുമായുള്ള കരാറിൽ നിന്ന് പിന്മാറി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന പ്രചരണങ്ങളിലൊന്ന് സ്പ്രിംഗ്ലർ കരാറായിരുന്നു. ആരോപണങ്ങളുടെ എല്ലാം മുനയൊടിക്കുന്നതായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്. കൈരളി ന്യൂസ്, കൊച്ചി.